മരണങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് സങ്കീർണമായ വിഷയമാണ്. അതിന് പല കാരണങ്ങളും അനന്തരഫലങ്ങളുമുണ്ട്. മരണത്തെ ചുറ്റിയുള്ള വിവരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കുന്നത് വലിയൊരു ആയുധമായിട്ടാണ്. തുടക്കത്തിൽ വിമർശനങ്ങൾ വന്നാലും അതവർക്ക് അധികാരവും സ്വാധീനവും കൂടുതൽ നൽകുമെന്നതാണ് ഇതിലെ സത്യം. എന്നാൽ ഇത് വൈകാരിക പ്രക്ഷുബ്ധതയും രാഷ്ട്രീയ ധ്രുവീകരണവും നീതിക്ക് കാലതാമസവും ഉണ്ടാക്കുമെന്നതാണ് മറ്റൊരു വശം. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്ന് കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവം ഇതിൽ നിന്ന് വിഭിന്നമല്ല. രണ്ടു മക്കളുടെ അമ്മ നഷ്ടപ്പെട്ടു എന്ന വേദനയേക്കാൾ കേരളം വൈകാരികമായി ഏറ്റെടുത്തത് ആരോഗ്യമന്ത്രി വീണ ജോർജിനോടുള്ള എതിർപ്പുകളും വിമർശനങ്ങളുമായിരുന്നു. മന്ത്രി കാരണമാണ് രക്ഷാപ്രവർത്തനം വൈകിയത് എന്നതുൾപ്പെടെ ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റിയ സകല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചായിരുന്നു ഉയർന്നു വന്ന ആരോപണങ്ങൾ. മന്ത്രി വീണ ജോർജിനൊപ്പം VN വാസവൻ ഉണ്ടായിട്ടും ഉയർന്നു കേട്ടതും വിമർശനം നേരിട്ടതും ഒരാൾ മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ബിന്ദുവിന്റെ മരണം സംസ്ഥാന സർക്കാർ നടത്തിയ ദുരഭിമാന കൊലയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അപകടം ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നതിനെതിരെ ആഞ്ഞടിച്ചാണ് ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചത്. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണവും. പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടു. ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകണമെന്നും മന്ത്രി രാജിവെക്കണമെന്നുമായിരുന്നു സതീശന്റെ ആവശ്യം. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന സമരം കോൺഗ്രസ് ഇലക്ഷൻ വിദഗ്ധൻ കനകോലുവിന്റെ പ്രചാരവേലയുടെ ഭാഗമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. അങ്ങനെ പുകഴ്ത്തിയും താഴ്ത്തിയും പോകുന്നു രാഷ്ട്രീയ നിരീക്ഷണവും വിമർശനങ്ങളും. ഏതൊരാളുടെ മരണവും ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ദുഃഖമായിരിക്കും. അത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ളതോ പരസ്പര വൈരാഗ്യം തീർക്കാനോ ഉള്ളതല്ല. രാഷ്ട്രീയ പകപോക്കിന് നിൽക്കാതെ ആ കുടുംബത്തെ ചേർത്തു നിർത്തുകയാണ് ഇപ്പോൾ അനിവാര്യം.